ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 7ാമത്തെ പാഠമാണ്. ചങ്ങാതിക്കൂട്ടം എന്നാണ് ഈ പാഠത്തിന്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഓറഞ്ച് വിതരണം. ടീച്ചർ എല്ലാവർക്കും ഓറഞ്ചുമായാണ് ക്ലാസ്സിൽ വന്നത്. ഒരു ഭാഗത്തെ ബെഞ്ചിലിരിക്കുന്ന 5 2 ഓറഞ്ച് വീതം കൊടുത്തു. ആകെ എത്ര ഓറഞ്ച് കൊടുത്തു? നോക്കൂ മക്കളെ, 5 കുട്ടികൾക്കാണ് കൊടുത്തത്. 2 ഓറഞ്ച് വീതമാണ് കൊടുത്തത് അല്ലെ. 5 കുട്ടികൾ എന്ന് പറയുമ്പോൾ നമുക്കത് 5 വട്ടങ്ങൾ വരച്ചു നോക്കാം. ഈ 5 വട്ടങ്ങളിലും 2 വീതം ഓറഞ്ച് വെച്ചു കൊടുക്കുക. അപ്പോൾ ഓരോന്നിലും 5 തവണ നമ്മൾ 2 കൂട്ടി നോക്കേണ്ടി വരും അല്ലെ. 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 സമം 10 ഉത്തരം. മറ്റേ ഭാഗത്തെ ബെഞ്ചിലിരിക്കുന്ന 4 കുട്ടികൾക്കും 2 ഓറഞ്ച് വീതം കൊടുത്തു. ആകെ എത്ര ഓറഞ്ച് കൊടുത്തു? മറ്റേ ഭാഗത്ത് 4 കുട്ടികളാണുള്ളത്. അപ്പൊ 4 വട്ടം വരച്ചു. 4ലും 2 ഓറഞ്ച് വീതം നമ്മൾ വരച്ചു കൊടുത്തു. അതായത് 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 4 തവണ 2 കൂട്ടുമ്പോൾ 8 ഉത്തരം. ആകെ എത്ര ഓറഞ്ച് കൊടുത്തു? ഒരു ഭാഗത്തുള്ള കുട്ടികൾക്ക് 10ഉം മറുഭാഗത്ത് 8ഉം. 10 കൂട്ടണം 8 18. 2 ഭാഗത്തെയും ബെഞ്ചിലെ കുട്ടികൾക്ക് ആകെ എത്ര ഓറഞ്ച് കൊടുത്തു? നമുക്കൊന്നുകിൽ നമ്മൾ പറഞ്ഞതുപോലെ 10 കൂട്ടണം 8 ചെയ്തു നോക്കാം. അതല്ലെങ്കിൽ ആകെ എത്ര കുട്ടികളായിരുന്നു? 9 കുട്ടികളാണ്. ഒരു ഭാഗത്ത് 5ഉം ഒരു ഭാഗത്ത് 4ഉം അല്ലേ. അപ്പൊ 9 കുട്ടികൾ, അവർക്ക് 2 വീതമാണ് കൊടുത്തത്. അപ്പൊ 9 തവണ 2 കൂട്ടി നോക്കുക. 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം അങ്ങനെ 9 തവണ കൂട്ടുക. ഉത്തരം 18 തന്നെയാണ് വരുന്നത്. ഒരു ഭാഗത്തെ ബെഞ്ചിലെ 5 കുട്ടികൾക്ക് കൊടുത്തത് 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 സമം 10. അതായത് 2 വീതമുള്ള 5 കൂട്ടം എന്ന് നമുക്ക് പറയാം. നമ്മൾ പറഞ്ഞു 5 വട്ടങ്ങൾ വരച്ചു. അതിൽ 2 വീതമാണ് നമ്മൾ കുത്തുകൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ 2 വീതമുള്ള 5 കൂട്ടം. ഇതിനെ നമുക്ക് 5 പ്രാവശ്യം 2 എന്നും പറഞ്ഞൂടെ. 5 പ്രാവശ്യമാണ് നമ്മൾ 2 കൂട്ടിയതല്ലേ. ഇതിനെ നമുക്ക് ഗുണനത്തിന്റെ ഭാഷയിൽ 5 ഗുണിക്കണം 2 എന്നെഴുതാം. 5 ഗുണിക്കണം 2 സമം 10. അതായത് 5 പ്രാവശ്യം 2 എന്ന് നമുക്ക് പറഞ്ഞാൽ 5 ഗുണിക്കണം 2 സമം 10 ഉത്തരം. മറുഭാഗത്തെ ബെഞ്ചിലെ 4 കുട്ടികൾക്ക് കൊടുത്തത് 2 വീതമാണ്. അപ്പൊ 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 സമം 8. ഇതിനെ നമുക്ക് എങ്ങനെ പറയാം? 2 വീതമുള്ള 4 കൂട്ടം എന്നും പറയാം. 4 പ്രാവശ്യം 2 എന്നും പറയാം. 4 പ്രാവശ്യം 2 എഴുതി കൂട്ടി അല്ലെ. ഇതിനെ നമുക്ക് ഗുണനത്തിന്റെ ഭാഷയിൽ 4 ഗുണിക്കണം 2 എന്ന് പറയാം. ഈ ചിഹ്നമാണ് കേട്ടോ മക്കളെ, ഗുണനം എന്നുള്ള ചിഹ്നം. ഇതിനെ 4 ഗുണിക്കണം 2 എന്നും എഴുതാം. അതായത് 4 പ്രാവശ്യം 2 എന്ന് പറഞ്ഞാൽ 4 ഗുണിക്കണം 2 സമം 8. ഇനി ആകെ കൊടുത്തത് എന്താണ്? 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം അങ്ങനെ 9 തവണ 2 എഴുതി കൂട്ടി സമം 18. അതായത് 2 വീതമുള്ള 9 കൂട്ടം എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ 9 പ്രാവശ്യം 2 എന്നും പറയാം. ഇതിനെ ഗുണനത്തിന്റെ ഭാഷയിൽ 9 പ്രാവശ്യം 2 എന്ന് പറയുമ്പോൾ 9 ഗുണിക്കണം 2 സമം എന്നെഴുതാം. 9 ഗുണിക്കണം 2 എന്നെഴുതാം. 9 പ്രാവശ്യം 2 എന്ന് പറഞ്ഞാൽ 9 ഗുണിക്കണം 2 സമം 18. കുറച്ച് ഓറഞ്ചുകൾ കൂടി ടീച്ചർ മേശപ്പുറത്ത് കൂട്ടമായി വെച്ചു. അനുകൂട്ടങ്ങൾ എണ്ണി. എത്ര കൂട്ടങ്ങളുണ്ട് നോക്കൂ. 1 2 3 4 5 6 കൂട്ടങ്ങളുണ്ട്. ഓരോ കൂട്ടത്തിലും എത്ര വീതമുണ്ട്? 2 വീതമുണ്ട്. ആകെ എത്ര? 6 പ്രാവശ്യം 2. അതായത് 6 ഗുണിക്കണം 2 സമം 12. ടീച്ചർ 7 ആൺകുട്ടികൾക്കും 8 പെൺകുട്ടികൾക്കും 2 ഓറഞ്ച് വീതം കൊടുത്തു. എങ്കിൽ ആൺകുട്ടികൾക്ക് ആകെ എത്ര കൊടുത്തു? 7 പ്രാവശ്യം 2 അല്ലെ. അഥവാ 7 ഗുണിക്കണം 2 സമം 14. പെൺകുട്ടികൾക്ക് ആകെ എത്ര കൊടുത്തു? 8 പെൺകുട്ടികൾക്കാണ് കൊടുത്തത്. അപ്പോൾ 8 പ്രാവശ്യം 2 കൊടുത്തു. 8 തവണ 2 കൂട്ടുക. അല്ലെങ്കിൽ 8 ഗുണിക്കണം 2 സമം 16. സമ്മാന വിതരണം. ടീച്ചർ എല്ലാവർക്കും കൊടുക്കാൻ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ പെട്ടിയിലും 2 കപ്പുകളാണ് ഉള്ളത്. നിമ എണ്ണി നോക്കി. 10 പെട്ടികളുണ്ട്. 10 പെട്ടികളിലും കൂടി എത്ര കപ്പുകൾ ഉണ്ടാകും? 10 പ്രാവശ്യം 2 കൂട്ടി നോക്കിയാൽ മതി അല്ലേ. 10 പ്രാവശ്യം 2 ചേർന്നാൽ എങ്ങനെയാണ് നോക്കൂ. 2 10 തവണ കൂട്ടുന്നു. 2 കൂട്ടണം 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 2. അഥവാ 10 ഗുണിക്കണം 2 സമം
20 10 രണ്ട് തവണ കൂട്ടുമ്പോൾ നമുക്ക് 20 എന്നാണ് വരുന്നത്. ഇനി 3 പെട്ടികളിൽ 2 കപ്പുകൾ വീതം, അതായത് 3 പ്രാവശ്യം 2 കൂട്ടുക. 3 ഗുണിക്കണം 2 സമം 6. 2 പെട്ടികളിൽ 2 കപ്പുകൾ വീതം, അപ്പോൾ 2 പ്രാവശ്യം 2, അതായത് 2 ഗുണിക്കണം 2 സമം 4. ഒരു പെട്ടിയിൽ 2 കപ്പുകൾ, 1 പ്രാവശ്യം 2, 1 ഗുണിക്കണം 2 സമം 2 തന്നെ. ഒന്നാമത്തേതുപോലെ പൂരിപ്പിക്കുക. 3 പ്രാവശ്യം 2, അതായത് 3 തവണ 3 പ്രാവശ്യം 2 കൂട്ടുക. 2 കൂട്ടണം 2 കൂട്ടണം 2, അഥവാ 3 ഗുണിക്കണം 2 സമം 6. 4 പ്രാവശ്യം 2, 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2, അഥവാ 4 ഗുണിക്കണം 2 സമം 8. 6 പ്രാവശ്യം 2, അതായത് 6 തവണ 8 കൂട്ടുക. 6 തവണ 2 കൂട്ടുക. 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2, 6 ഗുണിക്കണം 2 സമം 12. 2 പ്രാവശ്യം 2, 2 കൂട്ടണം 2, 2 ഗുണിക്കണം 2 സമം 4. ഇനി ഇവ വിശദീകരിക്കൂ. 8 ഗുണിക്കണം 2, അതായത് 8 തവണ 2 കൂട്ടുക. 8 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2 കൂട്ടണം 2, 8 പ്രാവശ്യം 2 അല്ലേ, അതായത് ഉത്തരം 16. 7 ഗുണിക്കണം 2, അപ്പൊ 7 തവണ 2 കൂട്ടുക. 7 പ്രാവശ്യം 2 എന്ന് നമുക്കതിനെ പറയാം. ഉത്തരം 14. 9 ഗുണിക്കണം 2, 9 തവണ 2 കൂട്ടുക. 9 പ്രാവശ്യം 2 അല്ലേ, ഉത്തരം 18. 5 ഗുണിക്കണം 2, 5 തവണ 2 കൂട്ടുക. 5 പ്രാവശ്യം 2 എന്ന് എഴുതാം. ഉത്തരം 10. 10 ഗുണിക്കണം 2 ആകുമ്പോഴോ 10 തവണ 2 കൂട്ടുക. 10 പ്രാവശ്യം 2 ചേർന്നതാണ്. ഉത്തരം 20. നാണയക്കളി. നാണയക്കളിക്ക് വേണ്ടി ടീച്ചർ എല്ലാവർക്കും 2 രൂപ നാണയങ്ങൾ കൊടുത്തു. ഓരോരുത്തർക്കും കിട്ടിയ നാണയങ്ങളുടെ എണ്ണം പട്ടികയിൽ എഴുതിയിരിക്കുന്നത് നോക്കൂ. ഓരോരുത്തർക്കും കിട്ടിയത് എത്ര രൂപ എന്ന് കണക്കാക്കി എഴുതൂ. നമുക്കിവിടെ പേര്, 2 രൂപ നാണയങ്ങളുടെ എണ്ണം, ആകെ രൂപ എന്നുള്ള പട്ടികയാണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ ആള് ആദിയാണ്. ആദിക്ക് 6 2 രൂപ കിട്ടി. അപ്പോൾ ആകെ 6 പ്രാവശ്യം 2 കൂട്ടി നോക്കണം, അഥവാ 6 ഗുണിക്കണം 2 സമം 12 രൂപ എന്ന് എഴുതാം. 6 തവണ 2 കൂട്ടുന്നതിന് പകരം നമുക്ക് 6 ഗുണിക്കണം 2 എന്ന് എഴുതിയാൽ പോരെ. ഇനി ശ്രീനുവിന് 3 2 രൂപ നാണയങ്ങളാണ് കിട്ടിയത്. അതായത് 3 തവണ 2 കൂട്ടി നോക്കണം, അല്ലെങ്കിൽ 3 ഗുണിക്കണം 2 എന്ന് എഴുതാം. സമം 6. അടുത്തത് അനുവിന് 8 2 രൂപ നാണയങ്ങളാണ് കിട്ടിയത്. അപ്പൊ 8 തവണ 2 കൂട്ടണം, അല്ലെങ്കിൽ 8 ഗുണിക്കണം 2 എന്ന് എഴുതാം. ഉത്തരം 8 ഗുണിക്കണം 2 സമം 16 രൂപയാണ്. സായക്ക് 5 2 രൂപ നാണയങ്ങളാണ് കിട്ടിയത്. അപ്പോൾ 5 തവണ 2 കൂട്ടി നോക്കണം, അല്ലെങ്കിൽ 5 ഗുണിക്കണം 2 എന്ന് എഴുതാം. 5 ഗുണിക്കണം 2 സമം 10 രൂപ. ഇവാന് 4 നാണയങ്ങളാണ് കിട്ടിയത് 2 രൂപയുടെ. അപ്പോൾ 4 തവണ 2 കൂട്ടി നോക്കണം, അല്ലെങ്കിൽ 4 ഗുണിക്കണം 2 എന്ന് എഴുതാം. 4 ഗുണിക്കണം 2 സമം 8 രൂപയാണ് ആകെ കിട്ടിയത്. സൈക്കിൾ പാട്ട്. കുട്ടികൾ ചക്രങ്ങൾ എണ്ണാൻ തുടങ്ങി. സൈക്കിൾ 1, ചക്രം 2, സൈക്കിൾ 2, ചക്രം 4, സൈക്കിൾ 3, ചക്രം 6, സൈക്കിൾ 4, ചക്രം 8, സൈക്കിൾ 5, ചക്രം 10. നോക്കൂ, ഒരു സൈക്കിൾ ആകുമ്പോൾ 2 ചക്രമാണുള്ളത്. 2 സൈക്കിളുകളാകുമ്പോൾ 4 ചക്രങ്ങളായി. 3 സൈക്കിളുകളാകുമ്പോൾ 3 സൈക്കിളിനും കൂടെ 6 ചക്രങ്ങളായി. 4 സൈക്കിളുകളാകുമ്പോൾ ആകെ 8 ചക്രങ്ങളായി. 5 സൈക്കിളുകളാകുമ്പോൾ ആകെ 10 ചക്രങ്ങളായി. അപ്പൊ ഇനി അടുത്തത് എന്ത് വരുന്നു? സൈക്കിൾ 6, ചക്രം 12, സൈക്കിൾ 7, ചക്രം 14, സൈക്കിൾ 8, ചക്രം 16. ഇങ്ങനെ വരും. പന്തുകളി. കൂട്ടങ്ങളാക്കാം കളി തുടങ്ങി. ഓരോ കൂട്ടരും അവർക്ക് കിട്ടിയ പന്തുകൾ ടീച്ചർ പറയുന്ന അത്രയും എണ്ണം വീതമുള്ള കൂട്ടമാക്കി വെക്കണം. അതാണ് കളി. ടീച്ചർ പറഞ്ഞു 5 എണ്ണം. ഒന്നാം കൂട്ടത്തിലെ കുട്ടികൾ കൂട്ടമായി വെച്ചത് നോക്കൂ. 5ന്റെ എത്ര കൂട്ടങ്ങളുണ്ട്? 6 കൂട്ടങ്ങൾ അല്ലേ? ഒന്നാം കൂട്ടം എത്ര കൂട്ടമാക്കി? 1 2 3 4 5 6 കൂട്ടമാക്കി. ഓരോ കൂട്ടത്തിലും എത്ര പന്തുകൾ? 5 പന്തുകൾ വീതമാണുള്ളത്. എങ്കിൽ ആകെ എത്ര പന്തുകളുണ്ട്? 6 തവണ
5 കൂട്ടി നോക്കുക. 5 കൂട്ടണം 5 കൂട്ടണം 5 കൂട്ടണം 5 കൂട്ടണം 5 കൂട്ടണം 5 സമം 30. 5 വീതമുള്ള 6 കൂട്ടങ്ങൾ 6 പ്രാവശ്യം 5 എടുത്താൽ 30. അതുതന്നെയാണ് 6 ഗുണിക്കണം 5 സമം 30 എന്ന് എഴുതിയിരിക്കുന്നത്. രണ്ടാം കൂട്ടത്തിന് കിട്ടിയത് നോക്കൂ. 5 വീതമുള്ള 3 കൂട്ടങ്ങൾ. അപ്പോ 3 പ്രാവശ്യം 5 എടുത്തു അല്ലേ? അങ്ങനെ 3 പ്രാവശ്യം 5 എടുത്താൽ 5 കൂട്ടണം 5 കൂട്ടണം 5 3 തവണ 5 കൂട്ടുക 15 ഉത്തരം. അഥവാ 3 ഗുണിക്കണം 5 സമം 15 എന്ന് പറയാം. മൂന്നാം കൂട്ടത്തിന് കിട്ടിയത് നോക്കൂ. അവർക്ക് എത്ര എണ്ണം കിട്ടിയിട്ടുണ്ട്? 5 കൂട്ടണം 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 5 8 തവണ കിട്ടിയിട്ടുണ്ട്. അവർ 8 പ്രാവശ്യം 5ന്റെ കൂട്ടങ്ങളാക്കിയിട്ടുണ്ട്. 5 വീതമുള്ള 8 കൂട്ടങ്ങളാക്കിയിട്ടുണ്ട്. അത് തന്നെ 8 പ്രാവശ്യം 5 എടുത്താൽ 40 എന്ന് പറയാം. 8 ഗുണിക്കണം 5 സമം 40. നാലാം കൂട്ടം 5 വീതമുള്ള 10 കൂട്ടങ്ങളാക്കി. ആകെ എത്ര പന്തുകളുണ്ട്? 10 തവണ 5 കൂട്ടേണ്ടി വരും. 10 പ്രാവശ്യം 5 കൂട്ടുക അല്ലെ? 10 പ്രാവശ്യം 5 എടുത്താൽ 50. 10 ഗുണിക്കണം 5 സമം 50. 1ഉം 2ഉം കൂട്ടങ്ങൾക്ക് ആകെ എത്ര കിട്ടി? ഒന്നാം കൂട്ടത്തിന് 6 കൂട്ടങ്ങളായിരുന്നു. 6 ഗുണിക്കണം 5 സമം 30 ആയിരുന്നു. രണ്ടാം കൂട്ടത്തിന് 3 കൂട്ടങ്ങളായിരുന്നു. അതായത് 3 ഗുണിക്കണം 5 സമം 15. 2 കൂട്ടങ്ങൾക്കും കൂടി ആകെ കിട്ടിയത് രണ്ടും കൂടെ കൂട്ടി നോക്കുക. 30 കൂട്ടണം 15. 30 കൂട്ടണം 15 എങ്ങനെ ചെയ്യാം? 30 കൂട്ടണം 10 40 ആണ്. 40ലേക്ക് 5 കൂടെ കൂട്ടിയാൽ 45. ആകെ 5 വീതമുള്ള 9 കൂട്ടങ്ങളുണ്ട്. നോക്കൂ, ഒന്നാം കൂട്ടത്തിന് 6 കൂട്ടവും രണ്ടാം കൂട്ടത്തിന് 3 കൂട്ടവും. 6 കൂട്ടണം 3 9 അല്ലേ? അപ്പൊ ആകെ 9 കൂട്ടങ്ങളുണ്ടെന്ന് പറയാം. ഓരോ കൂട്ടത്തിലും 5 വീതം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആകെ 5 വീതമുള്ള 9 കൂട്ടങ്ങളുണ്ട്. 9 ഗുണിക്കണം 5 സമം 45. സ്കൂൾ ബസ്. സ്കൂൾ വിട്ട് ബസ്സിൽ കയറാൻ കുട്ടികൾ കൂട്ടങ്ങളായി നിന്നു. നോക്കൂ, എത്ര കൂട്ടങ്ങളുണ്ട്? 1 2 3 4 5 6 7 കൂട്ടങ്ങളുണ്ട്. ഒരു കൂട്ടത്തിൽ എത്ര പേരുണ്ട്? 1 2 3 4 5 പേരാണുള്ളത്. അതായത് 5 പേര് വീതമുള്ള 7 കൂട്ടങ്ങൾ. 7 പ്രാവശ്യം 5. 7 ഗുണിക്കണം 5 സമം 35 ഉത്തരം. 5 കൂട്ടങ്ങൾ ആദ്യം ബസ്സിൽ കയറി എങ്കിൽ എത്ര പേർ കയറി? 5 പ്രാവശ്യം 5. 5 കൂട്ടണം 5 കൂട്ടണം 5 കൂട്ടണം 5 കൂട്ടണം 5 കൂട്ടി നോക്കണം അല്ലേ? 5 തവണ 5 കൂട്ടി നോക്കണം. അല്ലെങ്കിൽ 5 ഗുണിക്കണം 5 എന്ന് എഴുതാം. 5 ഗുണിക്കണം 5 സമം 25. 25 കുട്ടികളാണ് ആദ്യം ബസ്സിൽ കയറിയത്. ഇനി എത്ര പേർ ബാക്കിയുണ്ട്? അപ്പൊ ആകെ 7 കൂട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 5 കൂട്ടങ്ങൾ കയറി. അപ്പൊ ഇനി ബാക്കി 7 കുറയ്ക്കണം 5. 2 കൂട്ടങ്ങൾ കൂടെ ഉണ്ട്. അതായത് 5 പേർ വീതമുള്ള 2 കൂട്ടങ്ങൾ. 2 പ്രാവശ്യം 5. 2 ഗുണിക്കണം 5 സമം 10. ഇനി ഇവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട് നോക്കൂ. ഒരു ചെമ്പരത്തിപ്പൂവിന് ഇതൾ 5, 2 ചെമ്പരത്തിപ്പൂവിന് ഇതൾ 10, 3 ചെമ്പരത്തിപ്പൂവിന് ഇതൾ 15, 4 ചെമ്പരത്തിപ്പൂവിന് ഇതൾ 20, 5 ചെമ്പരത്തിപ്പൂവിന് ഇതൾ 25. 5 വീതമാണ് കൂടി പോകുന്നത്. അടുത്തത് എന്ത് വരും? 6 ചെമ്പരത്തിപ്പൂവിന് ഇതൾ 30, 7 ചെമ്പരത്തിപ്പൂവിന് ഇതൾ 35, 8 ചെമ്പരത്തിപ്പൂവിന് ഇതൾ 40. നമുക്ക് കളിക്കാം. ടീച്ചർ എല്ലാവർക്കും കളി നാണയങ്ങൾ കൊടുത്തു. ഇത്തവണ 5 രൂപ നാണയങ്ങളാണ് കൊടുത്തത്. മിയയ്ക്ക് 6 നാണയങ്ങൾ കിട്ടി. സിയയ്ക്ക് 3. 2 പേർക്കും കൂടി എത്ര രൂപയ്ക്കുള്ള കളി നാണയങ്ങൾ കിട്ടി? നോക്കൂ മക്കളെ, മിയയ്ക്ക് കിട്ടിയത് 6 നാണയങ്ങളാണല്ലേ? അതായത് 5 രൂപയുടെ 6 നാണയങ്ങൾ. 6 പ്രാവശ്യം 5. 6 ഗുണിക്കണം 5 സമം 30. സിയയ്ക്ക് 3 എണ്ണമാണ് കിട്ടിയത്. അതായത് 5 രൂപയുടെ 3 നാണയങ്ങൾ 3 പ്രാവശ്യം 5. 3 ഗുണിക്കണം 5 സമം 15. അപ്പോൾ ആകെ 30 കൂട്ടണം 15. 30ലേക്ക് 10 കൂട്ടിയാൽ 40. ഒരു 5 കൂടെ കൂട്ടിയാൽ 45. ആകെ 45 രൂപയാണ് കിട്ടിയത്. മറ്റു ചിലർക്ക് കിട്ടിയ നാണയങ്ങളുടെ എണ്ണം നോക്കൂ. മറ്റു കളങ്ങൾ പൂരിപ്പിക്കൂ. ഇവിടെ നമുക്ക് പേര്, അവർക്ക് എത്ര നാണയം വീതം കിട്ടി, ആകെ രൂപ എത്ര എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. രാഹുലിന് 4 5 രൂപ നാണയങ്ങൾ കിട്ടി. അതായത് 4 പ്രാവശ്യം 5. 4 ഗുണിക്കണം 5 സമം 20. അഫ്സലിന് 5 എണ്ണം കിട്ടി. അപ്പോൾ 5 പ്രാവശ്യം 5.
5 ഗുണിക്കണം 5 സമം 25. ജോണിക്ക് 3 നാണയങ്ങൾ കിട്ടി. 3 പ്രാവശ്യം 5, 3 ഗുണിക്കണം 5 സമം 15. ആതിരയ്ക്ക് 2 എണ്ണം കിട്ടി. 2 പ്രാവശ്യം 5, 2 ഗുണിക്കണം 5 സമം 10. നവമിക്ക് 1 നാണയമേ കിട്ടിയുള്ളൂ. അതായത് 1 പ്രാവശ്യം 5, 1 ഗുണിക്കണം 5 സമം 5. ഗോപികയ്ക്ക് 7 എണ്ണം കിട്ടി. 7 ഗുണിക്കണം 5 സമം 35. അതിന് താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. രാഹുലിനും ആതിരയ്ക്കും കൂടി ആകെ എത്ര രൂപയ്ക്കുള്ള കളി നാണയങ്ങൾ കിട്ടി? രാഹുലിന് കിട്ടിയത് 20 രൂപയായിരുന്നു. ആതിരയ്ക്ക് കിട്ടിയത് 10 രൂപയായിരുന്നു. അപ്പൊ ആകെ 20 കൂട്ടണം 10 സമം 30 രൂപ കിട്ടി. ജോണിക്കും ഗോപികയ്ക്കും കൂടിയോ? ജോണിക്ക് കിട്ടിയത് 15 രൂപയായിരുന്നു. ഗോപികയ്ക്ക് 35 രൂപ. എങ്കിൽ രണ്ടും കൂടി കൂട്ടിയാൽ എത്ര? 15 കൂട്ടണം 35. 10 കൂട്ടണം 30 40 5 കൂട്ടണം 5 10. 40 കൂട്ടണം 10 50 രൂപയുടെ നാണയങ്ങൾ കിട്ടി. പലഹാരപ്പെരുമ. സ്കൂളിലെ പലഹാരോത്സവത്തിൽ പങ്കെടുക്കുന്നതിന് നിവ്യയുടെയും ഹയയുടെയും വീട്ടിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഓരോ കവറിലും 10 ഉണ്ണിയപ്പം വീതം വേണം. റീന 3 പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങി. 3 പാക്കറ്റിലും കൂടി എത്ര ഉണ്ണിയപ്പം ഉണ്ടായിരിക്കും? ഒരു പാക്കറ്റിൽ 10 എണ്ണമാണുള്ളത്. അപ്പോൾ 3 എണ്ണത്തിൽ 10 വീതമുള്ള 3 പാക്കറ്റുകൾ അല്ലേ? അല്ലെങ്കിൽ 3 തവണ 10 കൂട്ടി നോക്കുക. 10 കൂട്ടണം 10 കൂട്ടണം 10. അതിനെ തന്നെ നമുക്ക് 3 പ്രാവശ്യം 10 എന്ന് എഴുതാം. 3 പ്രാവശ്യം 10 എന്ന് പറഞ്ഞാൽ 3 ഗുണിക്കണം 10 സമം 30. 3 തവണ 10 30 ആണല്ലോ. ശിവ 4 പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങി. എത്ര ഉണ്ണിയപ്പം ഉണ്ട്? 4 തവണ 10 കൂട്ടണം, അല്ലെങ്കിൽ 4 പ്രാവശ്യം 10 എന്ന് നമുക്ക് പറയാം. അത് തന്നെ 4 ഗുണിക്കണം 10 സമം 40 എന്നും പറയാം. റീനയും ശിവയും കൂടി ആകെ എത്ര ഉണ്ണിയപ്പം വാങ്ങി? നോക്കൂ, റീന വാങ്ങിയത് 3 എണ്ണമായിരുന്നു. 3 പാക്കറ്റുകൾ 3 തവണ 10, അതായത് 30 അല്ലേ? ശിവ വാങ്ങിയത് 4 തവണയായിരുന്നു. അപ്പൊ നീല കളറിൽ 4 തവണ 10 എന്ന് എഴുതിയിട്ടുണ്ട്. 3 തവണ 10 കൂട്ടിയാൽ 3 ഗുണിക്കണം 10 നമുക്ക് പറയാം. 4 തവണ 10 കൂട്ടുമ്പോൾ 4 ഗുണിക്കണം 10 എന്ന് നമുക്ക് പറയാം. 3 ഗുണിക്കണം 10ഉം 4 ഗുണിക്കണം 10ഉം കൂടെ കൂട്ടിയാൽ 3 കൂട്ടണം 4 7 അപ്പൊ 7 ഗുണിക്കണം 10. 3 ഗുണിക്കണം 10 30, 4 ഗുണിക്കണം 10 40, 30 കൂട്ടണം 40 സമം 70. സന 6 പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങി. സന ആകെ എത്ര ഉണ്ണിയപ്പം വാങ്ങി? അപ്പൊ 6 തവണ നമ്മൾ 10 കൂട്ടേണ്ടി വരും. 10 6 തവണ എഴുതി കൂട്ടുക, അല്ലെങ്കിൽ 6 ഗുണിക്കണം 10 എന്ന് പറയാം. 6 ഗുണിക്കണം 10 സമം 60. എണ്ണം എഴുതാം. 5 പാക്കറ്റ്. 5 പാക്കറ്റുകളായാൽ 5 ഗുണിക്കണം 10 50. 9 പാക്കറ്റ് ആകുമ്പോൾ 9 ഗുണിക്കണം 10 90. 8 പാക്കറ്റ് ആകുമ്പോൾ 8 ഗുണിക്കണം 10 80. 1 പാക്കറ്റ് ആകുമ്പോൾ 1 ഗുണിക്കണം 10 10. സുഖമാണ്. 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഏത് സംഖ്യ വെച്ചാണോ നമ്മൾ 10നെ ഗുണിക്കുന്നത് ആ സംഖ്യയിലേക്ക് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ 1 വെച്ച് 10നെ ഗുണിച്ചാൽ 1ലേക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക 10. 2 വെച്ച് 10നെ ഗുണിച്ചാൽ 2ലേക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക 20. 3 വെച്ച് 10നെ ഗുണിക്കുമ്പോൾ 3ലേക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക 30. 4 വെച്ച് 10നെ ഗുണിക്കുമ്പോൾ 4ലേക്ക് ഒരു 0 ഇട്ട് കൊടുക്കുക 40. അങ്ങനെ അങ്ങനെ പോവുക. പൂരിപ്പിക്കൂ. നമുക്കിവിടെ 10ന്റെ ഗുണനപ്പട്ടിക പൂരിപ്പിക്കാനുണ്ട്. 1 ഗുണിക്കണം 10 സമം 10, 2 ഗുണിക്കണം 10 സമം 20, 3 ഗുണിക്കണം 10 സമം 30, 4 ഗുണിക്കണം 10 സമം 40, 5 ഗുണിക്കണം 10 സമം 50, 6 ഗുണിക്കണം 10 സമം 60, 7 ഗുണിക്കണം 10 സമം 70, 8 ഗുണിക്കണം 10 സമം 80, 9 ഗുണിക്കണം 10 സമം 90, 10 ഗുണിക്കണം 10 സമം 100. വളയും മാലയും കമ്മലും. ഹയയും നിവ്യയും കൂട്ടുകാരും അമ്മയോടൊപ്പം കടയിലെത്തി. അവർക്ക് വളയും കമ്മലും മാലയും വേണം. അമ്മയ്ക്കൊപ്പം അവർ ഓരോന്നും തിരഞ്ഞെടുത്ത് തുടങ്ങി. അപ്പോൾ ഏതെടുത്താലും 10 രൂപയാണ്. ഇപ്പോൾ ഒരു മാല എടുത്താൽ 10 രൂപ, ഒരു വള എടുത്താൽ 10 രൂപ, ഒരു കമ്മലെടുത്താൽ 10 രൂപ. ഏതെടുത്താലും 10 രൂപ. എത്ര രൂപ? നിവ്യ 6 വളയും ഹയ 4 വളയും വാങ്ങി. ആകെ എത്ര രൂപ കൊടുക്കണം? 6 കൂട്ടണം 4 എത്രയാണ്? 10 ആണല്ലേ? അപ്പൊ 10 തവണ 10 കൂട്ടേണ്ടി വരും. അതായത് 1ന് 10 രൂപയല്ലേ? 10 തവണ 10 കൂട്ടുക. അപ്പോൾ 10 ഗുണിക്കണം 10 നമുക്ക് എഴുതാം. 10 പ്രാവശ്യം 10, 10 ഗുണിക്കണം 10 സമം 100. മറ്റേതെങ്കിലും രീതിയിൽ കണക്കാക്കാമോ? നോക്കൂ, നിവ്യ വാങ്ങിയത് 6 വള. അപ്പോൾ 6 ഗുണിക്കണം 10 സമം 60 രൂപ. ഹയ വാങ്ങിയത് 4 വള.
അപ്പോൾ ഹൈക്ക് ചിലവായത് 4 ഗുണിക്കണം 10 രൂപ 40 രൂപ. ആകെ 60 കൂട്ടണം 40 സമം 100 രൂപ. അങ്ങനെയും നമുക്ക് കാണാം. ബാക്കി എത്ര? നിവ്യ 4 ജോഡി കമ്മലും ഹയ 5 ജോഡി കമ്മലും വാങ്ങി. 100 രൂപ കച്ചവടക്കാരന് കൊടുത്താൽ ബാക്കി എത്ര രൂപ കിട്ടും? അപ്പൊ 4 ജോഡി കമ്മലിന് വരുന്ന തുക, 4 ജോഡി കമ്മലിന് ചിലവായത് എത്രയാണ്? 4 തവണ 4 പ്രാവശ്യം 10 അല്ലേ? 4 ഗുണിക്കണം 10 സമം 40 രൂപ. 5 ജോഡി കമ്മലിനായതോ? 5 ഗുണിക്കണം 10 സമം 50 രൂപ. ആകെ ആയത് 40 കൂട്ടണം 50 90 രൂപ. കച്ചവടക്കാരന് കൊടുത്തത് 100 രൂപയാണ്. അപ്പൊ ബാക്കി കിട്ടുന്നത് 100 കുറയ്ക്കണം 90 സമം 10 രൂപയായിരിക്കും ബാക്കി കിട്ടുക. മറ്റു ചിലർ വാങ്ങിയ സാധനങ്ങൾ നോക്കൂ. ഓരോരുത്തരും കൊടുക്കേണ്ട രൂപ താഴെ നിന്നും കണ്ടുപിടിച്ചു ചുവടെ എഴുതൂ. റീന 5 ജോഡി കമ്മൽ വാങ്ങി, അതായത് 5 ഗുണിക്കണം 10. 5ലേക്ക് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി, 50. ലന 4 വള വാങ്ങി, അപ്പൊ 4 ഗുണിക്കണം 10, 4 തവണ 10 കൂട്ടുക 40. ആമി 8 ജോഡി കമ്മൽ വാങ്ങി, അപ്പൊ 8 ഗുണിക്കണം 10 സമം 80. സന 3 മാല വാങ്ങി, 3 ഗുണിക്കണം 10 സമം 30. ശിവ 7 വള വാങ്ങി, അപ്പോൾ 7 ഗുണിക്കണം 10 സമം 70. ഇനി നമുക്കിവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട് 10നെ കുറിച്ച്. ഒരു ഞണ്ടിന് കാലുകൾ 10, 2 ഞണ്ടിന് കാലുകൾ 20, 3 ഞണ്ടിന് കാലുകൾ 30, 4 ഞണ്ടിന് കാലുകൾ 40, 5 ഞണ്ടിന് കാലുകൾ 50. 10 വീതം 10 വീതമാണ് കൂടിപ്പോകുന്നത് അല്ലേ? അപ്പൊ അടുത്ത വരി എന്ത് വരും? 6 ഞണ്ടിന് കാലുകൾ 60, 7 ഞണ്ടിന് കാലുകൾ 70, 8 ഞണ്ടിന് കാലുകൾ 80. ഹായ്, അച്ഛനെത്തി. വൈകുന്നേരം അച്ഛനെ കാത്തിരിക്കുകയായിരുന്നു നിവ്യയും ഹയയും. അതാ വണ്ടിയുടെ ശബ്ദം. രണ്ടുപേരും മുറ്റത്തേക്ക് ഓടി. കൊണ്ടുവന്ന പലഹാരപ്പൊതി അച്ഛൻ അവർക്ക് കൊടുത്തു. അച്ഛൻ കൊണ്ടുവന്നത് 8 ലഡു. അച്ഛനും അമ്മയ്ക്കും നിവ്യയ്ക്കും ഹയയ്ക്കും ഒരുപോലെ വീതിച്ചു. ഓരോരുത്തർക്കും എത്ര വീതം കിട്ടി? നോക്കൂ, എങ്ങനെ ചെയ്യാം മക്കളെ? ആകെ 8 ലഡു ആണല്ലേ ഉള്ളത്. ആകെ ആളുകൾ ആരൊക്കെയാണ്? അച്ഛനും അമ്മയും നിവ്യയും ഹയയും. അപ്പൊ നമുക്ക് ഓരോ വട്ടങ്ങൾ വരച്ചു കൊടുക്കാം പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്. ആദ്യത്തെ വട്ടം അച്ഛൻ, രണ്ടാമത്തേത് അമ്മ, പിന്നെ നിവ്യ, ഹയ. 8 ലഡു ആണല്ലേ ഉള്ളത്. ആദ്യം ഓരോരുത്തർക്കും ഓരോ ലഡു വീതം കൊടുത്തു. അപ്പൊ എത്ര എണ്ണമായി? 1 2 3 4. ഇനി ബാക്കി 8ൽ നിന്ന് 4 പോയാൽ ബാക്കി 4 എണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ കൊടുക്കാം. 1 2 3 4. നോക്കൂ, ഓരോരുത്തർക്കും 2 ലഡു വീതമാണ് കിട്ടിയത്. കൂട്ടുകൂടാം, കളിക്കാം. അവധി ദിവസമായതിനാൽ പ്രത്യുഷും മാലിക്കും നിവ്യയുടെയും ഹയയുടെയും വീട്ടിൽ കളിക്കാനെത്തി. 2 ടീമായി കളി തുടങ്ങാം, നിവ്യ പറഞ്ഞു. ഒരു വരയുടെ 2 വശത്തുമായി അവർ നിന്നു. ഒരു ടീമിൽ എത്ര പേർ? 2 പേരാണല്ലേ ഉള്ളത്. അതാ നിഷിയും സനുവും വരുന്നു. ഇപ്പോൾ ആകെ എത്ര പേരായി? ആദ്യം പ്രത്യുഷും മാലിക്കും ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ നിവ്യയും ഹയയും ഉണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ആകെ 4 പേരായിരുന്നു. ഇപ്പൊ നിഷിയും സനുവും വന്നു, അപ്പൊ ആകെ 6 പേരായി. അവർ ഓരോരുത്തരായി 2 ടീമിലും ചേർന്നു. അതായത് നിഷി ഒരു ടീമിലേക്കും പോയി, സനു മറ്റൊരു ടീമിലേക്കും പോയി. ഇപ്പോൾ ഓരോ ടീമിലും എത്ര പേർ? നോക്കൂ, ആദ്യം 2 ടീമായിരുന്നു. ആദ്യം ഓരോ 2 ടീമിലും ഓരോ 2 പേര് വീതമായിരുന്നു. ഇപ്പൊ 2 പേര് കൂടെ വേറെ വന്നു. അവര് ഓരോ ടീമിലേക്ക് ഓരോന്ന് പേരായിട്ട് പോയി. അപ്പോൾ ഒരു ടീമിൽ 3 പേരാണ് ഉള്ളത്. അതായത് 4 പേർ 2 ടീമായപ്പോൾ ഒരു ടീമിൽ 2 പേരായിരുന്നു. 6 പേർ 2 ടീമായപ്പോൾ ഒരു ടീമിൽ 3 പേരായി. എങ്ങനെയെങ്കിൽ 8 പേർ 2 ടീമായപ്പോൾ ഒരു ടീമിൽ എത്ര പേരുണ്ടാവും? 8ന്റെ പകുതി. നോക്കൂ, ഓരോ വാളുകളെ കൂടെ നമുക്ക് 2 ടീമിലേക്ക് കൊടുക്കാം. 4 പേര് വീതം ഉണ്ടായിരിക്കും. ടോക്കൺ കളി. 2 5 10 എന്നീ പോയിന്റുകൾ എഴുതിയ ടോക്കണുകൾ ഉണ്ട്. ഒരാൾക്ക് 10 ടോക്കൺ വീതം കൊടുത്തു. കൂടുതൽ പോയിന്റ് കിട്ടിയ ആൾ ജയിക്കും. ചിലർക്ക് കിട്ടിയ ടോക്കണുകളുടെ എണ്ണം നോക്കൂ. കിട്ടിയ പോയിന്റ് കണക്കാക്കുക. നമുക്കിവിടെ പേര്, അതുപോലെ 2ന്റെ ടോക്കൺ, 5ന്റെ ടോക്കൺ എത്രണ്ണം കിട്ടി, 10ന്റെ ടോക്കൺ എത്ര എണ്ണം കിട്ടി, ആകെ പോയിന്റ് എത്ര എന്നുള്ള പട്ടികയാണ് തന്നിട്ടുള്ളത്. കനിക്ക് കിട്ടിയത് നോക്കൂ, 4ന്റെ 2 ടോക്കൺ, അതായത് 4 പ്രാവശ്യം 2, 4 ഗുണിക്കണം 2 എന്നെഴുതി 8. പിന്നെ 5ന്റെ 4 ടോക്കൺ, അതായത് 4 പ്രാവശ്യം 5, 4 ഗുണിക്കണം 5 സമം 20. 10ന്റെ 2 ടോക്കൺ, അപ്പൊ 2 പ്രാവശ്യം 10, 2 ഗുണിക്കണം 10 സമം 20. അപ്പൊ ആകെ
8 കൂട്ടണം 20 കൂട്ടണം 20. 20 കൂട്ടണം 20 40. 40ലേക്ക് 8 കൂടെ കൂട്ടിയാൽ 48. ഇനി തനുവിന് 2ന്റെ 8 ടോക്കണുകൾ കിട്ടി. അതായത് 8 പ്രാവശ്യം 2. 8 ഗുണിക്കണം 2 സമം 16. 5ന്റെ ഒരു ടോക്കൺ കിട്ടി. അതായത് ഒരു പ്രാവശ്യം 5 സമം 5. 10ന്റെയും ഒരു ടോക്കണാണ് കിട്ടിയത്. ഒരു പ്രാവശ്യം 10. 1 ഗുണിക്കണം 10 സമം 10. ആകെ 16 കൂട്ടണം 5 കൂട്ടണം 10. 16ലേക്ക് 10 കൂട്ടിയാൽ 26. 26ലേക്ക് 5 കൂട്ടിയാൽ 31. ആകെ 31 പോയിന്റ്. അമലിന് 2 ടോക്കണുകൾ 2ന്റെ 4 ടോക്കണുകളാണ് കിട്ടിയത്. അപ്പൊ 4 പ്രാവശ്യം 2. 4 ഗുണിക്കണം 2 സമം 8. അതുപോലെ 5ന്റെ ടോക്കൺ 2 കിട്ടി. 2 ഗുണിക്കണം 5 സമം 10. 10ന്റെ 4 ടോക്കണുകൾ കിട്ടി. 4 ഗുണിക്കണം 10 സമം 40. അപ്പോൾ ആകെ എത്രയാണ് മക്കളെ? 8 കൂട്ടണം 10 കൂട്ടണം 40. 40 കൂട്ടണം 10 50 ആണ്. 50ലേക്ക് ഒരു 8 കൂടെ കൂട്ടിയാൽ 58. 4-മത്തെ ആള് നിളയാണ്. നിളയ്ക്ക് 2ന്റെ ടോക്കൺ 1 കിട്ടിയത്. അപ്പോൾ 1 ഗുണിക്കണം 2 സമം 2. 5ന്റെ ടോക്കൺ 3 കിട്ടി. 3 പ്രാവശ്യം 5 കിട്ടി. അപ്പോൾ 3 ഗുണിക്കണം 5 സമം 15. 10ന്റെ ടോക്കൺ 6 കിട്ടി. അതായത് 6 ഗുണിക്കണം 10 സമം 60. അപ്പോൾ ആകെ 2 കൂട്ടണം 15 കൂട്ടണം 60. 60ലേക്ക് 15 കൂട്ടിയാൽ എത്രയാണ് മക്കളെ? 75 അല്ലെ? 60ലേക്ക് 10 കൂട്ടിയാൽ 70. 70ലേക്ക് 5 കൂടെ കൂട്ടിയാൽ 75. 75ലേക്ക് ഒരു 2 കൂടെ കൂട്ടിയാൽ 77. 77 നിളയ്ക്ക് കിട്ടിയത്. നോക്കൂ, അതിന് താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആർക്കാണ് കൂടുതൽ പോയിന്റ്? അപ്പൊ ഞാൻ പോയിന്റ് പേജിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കൂട്ടോ. ആർക്കാണ് കൂടുതൽ പോയിന്റ്? നിളയ്ക്കാണ് അല്ലേ? 77 പോയിന്റ് നിളയ്ക്കാണ് കൂടുതൽ. ഏറ്റവും കുറവ് ആർക്കാണ്? കുറവ് തനുവിനാണ്. 3-മത്തെ ചോദ്യം നോക്കൂ. ഈ കളിയിൽ ഒരാൾക്ക് പരമാവധി എത്ര പോയിന്റ് കിട്ടും? അതെങ്ങനെയാ മക്കളെ കാണുക? ഒരാൾക്ക് ആകെ 10 ടോക്കണുകൾ എടുക്കാം അല്ലെ? ഏറിയാൽ ആകെ 10 ടോക്കണുകൾ എടുക്കാം. ഈ എടുക്കുന്ന 10 ഉയർന്ന നമ്പറിന്റെ ആണെങ്കിൽ അല്ലേ നമുക്ക് പരമാവധി പോയിന്റ് കിട്ടുള്ളൂ. അതായത് എടുത്ത 10 ടോക്കണും 10ന്റെ ടോക്കൺ ആണെങ്കിൽ, 10 രൂപയുടെ ടോക്കൺ ആണെങ്കിൽ അയാൾക്ക് ഏറ്റവും ഉയർന്ന പോയിന്റ് ആണ് കിട്ടിയതെന്ന് പറയാം. അപ്പോ 10 തവണ 10 കിട്ടണം. അതായത് 10 ഗുണിക്കണം 10 സമം 100 പോയിന്റ് ആയിരിക്കും ഒരാൾക്ക് പരമാവധി കിട്ടുന്ന പോയിന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം എന്നുള്ള ഈ പാഠഭാഗത്തിൽ പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കായിട്ട് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്